ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പൗരാണിക കാലം മുതലേ ഭാരതത്തിൽ പ്രചരിച്ചിരുന്ന ആരോഗ്യശീലമാണ് യോഗ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി മാറുന്നതോടെ ഈ ശീലം ലോകമെങ്ങും പ്രചരിക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സാമൂഹ്യ സുരക്ഷ ലഭിക്കാത്ത ഒരാൾ പോലും ഇനി സംസ്ഥാനത്ത് അവശേഷിക്കരുതെന്നാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തേണ്ട നഴ്സിംഗ് കൌൺസിൽ കഴിഞ്ഞ 2 വർഷമായി സ്തംഭനാവസ്ഥയിലാണെന്ന് നഴ്സിംഗ് കോർഡിനേഷൻ കമ്മിറ്റി. പുകയില ഉൽപ്പന്നങ്ങൾക്കുമേൽ പതിപ്പിക്കുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ പച്ചക്കറിക്ക് മുകളിൽ പതിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹ്യ സുരക്ഷ ലഭിക്കാത്ത ഒരാൾ പോലും ഇനി സംസ്ഥാനത്ത് അവശേഷിക്കരുതെന്നാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാമൂഹ്യനീതിമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സാമൂഹ്യനീതിമേളയാണ് സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ നടന്നത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ മേള ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഗൃഹനാഥകളായുള്ള 350ഓളം വീടുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. സരീഷ് പി ജെ ഉളിക്കൽ 5000 കോടി രൂപയുടെ സേവന പദ്ധതികളാണ് സാമൂഹ്യ നീതി വകുപ്പ് ഈ വർഷം സംസ്ഥാനത്ത് നടപ്പിലാക്കിയതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സേവന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഏറിവരികയാണ്. ഇതിനായുള്ള പ്രചരണ പരിപാടികൾ ശക്തമാക്കും. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയായ സ്നേഹപൂർവ്വം പദ്ധതി ഓൺലൈനായി മാറ്റാനുള്ള പദ്ധതികൾ വിപുലപ്പെടുത്തും. സാമൂഹ്യ സുരക്ഷ ലഭിക്കാത്ത ഒരാൾ പോലും ഇനി സംസ്ഥാനത്ത് അവശേഷിക്കുവാൻ പാടില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ താൽപര്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകത്തുള്ള ആർക്കും ഇതിൽ ഞങ്ങൾക്ക് സംഭാവന ചെയ്യാം. ലോകത്തുള്ള ഫൗണ്ടേഷനുകൾക്ക് സംഭാവന ചെയ്യാം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി സംഭാവന ചെയ്യാം. വ്യക്തികൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു വലിയ തുകയുണ്ടാക്കി ഒരു 1000 കോടിയെങ്കിലും അതിൽ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉണ്ടാക്കി ഇനി സാമൂഹ്യ സുരക്ഷ ആവശ്യമുള്ള ഒരാൾ പോലും കേരളത്തിൽ അവശേഷിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ ഈ പദ്ധതിയുമായി ഒരു സഹായത്തിന് ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത് നിങ്ങളുടെ അവകാശമാണ്. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് 3000 രൂപ മുതൽ 10000 രൂപ വരെയാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത്. സാമൂഹ്യ നീതി ഓഫീസർ ടി.പി. സാറാമ സ്വാഗതം പറഞ്ഞു. ജില്ലാ കളക്ടർ എൻ. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വികലാംഗ കോർപ്പറേഷൻ എം.ഡി. റോഷൻ ബിജിലി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഗാദർ പാലാഴി, KURDFC ചെയർമാൻ കെ. മൊയ്തീൻ കോയ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സാമൂഹ്യനീതി മേളയിൽ സംബന്ധിച്ച് സംസാരിച്ചു. കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തേണ്ട നഴ്സിംഗ് കൌൺസിൽ കഴിഞ്ഞ 2 വർഷമായി സ്തംഭനാവസ്ഥയിലാണെന്ന് നഴ്സിംഗ് കോർഡിനേഷൻ കമ്മിറ്റി. 2 വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതിനാവശ്യമായ യാതൊരു നടപടികളും ഇപ്പോഴത്തെ കൌൺസിൽ സ്വീകരിച്ചിട്ടില്ലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ മെഡിക്കൽ ഓഫീസിനോടനുബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനുകൾ തുറക്കുകയും നഴ്സുമാർക്ക് നേരിട്ട് അവരുടെ വോട്ടവകാശം തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകുകയും ചെയ്യുക. തപാൽ വോട്ടിംഗ് സംവിധാനം ധാരാളം ക്രമക്കേടുകൾക്ക് അവസരം നൽകുന്നതിനാൽ അത് അവസാനിപ്പിക്കുക.
KGNUവിന്റെ പ്രതിനിധികളെ കൂടി കേരള നഴ്സിംഗ് കൌൺസിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുൻപിൽ ഉന്നയിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന നഴ്സിംഗ് മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഗുണമേന്മയുടെ പ്രശ്നങ്ങളുണ്ട്. സ്ഥാപനങ്ങളുടെ അംഗീകാരം ഇതുപോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. കൌൺസിൽ നിശ്ചലാവസ്ഥയിലാണ്. കാലാവധി കഴിഞ്ഞിട്ട് തുടരുന്നു. ഇലക്ഷൻ നടത്താനുള്ള യാതൊരു നടപടികളും എടുക്കുന്നില്ല. അക്കാര്യത്തിൽ സ്വത്ത് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിൽ നിലവിലുള്ള 87 നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിൽ 84 വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിൽ സ്ഥിര നിയമനം നടത്തിയിട്ടില്ല. പല സർക്കാർ നഴ്സിംഗ് സ്കൂളുകളുടെയും ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകാരം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ച യോഗ്യതാ പട്ടികയിൽ നിന്നും അടിയന്തരമായി നിയമാനുസൃതമായി നഴ്സിംഗ് ട്യൂട്ടർ സ്ഥിര നിയമനം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ 15 സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലും നാഥനില്ലാത്ത അവസ്ഥയാണ്. ആകെയുള്ള 20 പ്രിൻസിപ്പൽമാരുടെ തസ്തികയിൽ 15ഉം 15 വൈസ് പ്രിൻസിപ്പൽമാരുടെ തസ്തികയിൽ 12ഉം ഒഴിഞ്ഞുകിടക്കുകയാണ്. കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് സ്കൂളുകളെ സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സംയുക്ത സംഘടനാ നേതാക്കൾ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുകയില ഉൽപ്പന്നങ്ങളുടെ മേൽ പതിപ്പിക്കുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ പച്ചക്കറികൾക്ക് മുകളിൽ പതിപ്പിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ 9ാമത് തിരുവാതിര ഞാറ്റുവേല ആഘോഷവും നടീൽ വസ്തുക്കളുടെ വിപണനമേള ഉദ്ഘാടനവും ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20 മുതൽ 24 വരെയാണ് തിരുവാതിര ഞാറ്റുവേല ആഘോഷവും നടീൽ വസ്തുക്കളുടെ വിപണനമേളയും സംഘടിപ്പിക്കുന്നത്. ഇത് 9ാമത് വർഷമാണ് ഇത്തരത്തിലുള്ളൊരു മേള സംഘടിപ്പിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ തിരുവാതിര ഞാറ്റുവേല ആഘോഷവും നടീവസ്തുക്കളുടെ വിപണനമേളയും ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായ ഒരു ജൈവ കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ ആവശ്യം അതിന് പ്രേരണ കൊടുക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ലെവലിലെ ചില കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലെല്ലാം അതുപോലെ തന്നെ മദ്യം ഉപയോഗത്തിന് അത് കുപ്പികളുമുള്ള കേൾവി വെക്കും. മദ്യം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. സിനിമകളിലും അതുപോലെ ഇലക്ട്രോണിക് ചാനലുകളിലുമൊക്കെ പുകവലിയും മദ്യവും ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ താഴെ സ്കോളർ വരികയാണ്. അതേപോലെ നോൺ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളോ അതുപോലെ ഭക്ഷ്യവസ്തുക്കളോ വരുമ്പോൾ അതിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന രൂപത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ, വിൽപ്പന സംവിധാനങ്ങളുടെ ഇടപെടലുകൾ. ഫിയാഫ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. കൃഷ്ണൻ വൈദ്യർ, അജിത്, ജയൻ, അൻസാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണിക്കൊന്ന, ഗ്രാമ്പു, മൈസൂർ കന്ന്, ചെടിമുരിങ്ങ, കുറ്റി കുരുമുളക്, കുരുമുളക് വള്ളി, കാസർഗോഡൻ തെങ്ങിൻ തൈ, മംഗള തെങ്ങിൻ തൈ, സപ്പോട്ട, മാവ്, ചാമ്പക്ക, റാംബുട്ടാൻ തുടങ്ങിയവയുടെ തൈകളെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കലുഷിതമായ സമകാലീന സാഹചര്യങ്ങളിൽ ആത്മശാന്തിയുടെ ദീർഘനിശ്വാസങ്ങൾ ഉയർത്തി ലോകത്തിൽ വീണ്ടും ഭാരതത്തിന്റെ സ്നേഹസമ്മാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച അന്താരാഷ്ട്ര യോഗ ദിനമെന്ന ആശയം ലോകം മുഴുവൻ ജൂൺ 21 യാഥാർത്ഥ്യമാവുകയാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുമ്പോൾ യോഗയുടെ ഗുണഫലങ്ങൾ ലോകം മുഴുവൻ ബോധവൽക്കരിക്കാൻ സാധിക്കും. യോഗയുടെ ആവിഷ്കർത്താവ് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിന്റെ യോഗസൂത്രം എന്ന കൃതിയിൽ യോഗയുടെ ഗുണഫലങ്ങളെല്ലാം വിവരിക്കുന്നു. മാറുന്ന ജീവിത സാഹചര്യങ്ങളും വീക്ഷണങ്ങളും മൂലം സമൂഹത്തിൽ മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഏറിവരുന്ന സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി. ഇത്തരം സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി നിത്യജീവിതത്തിലെ യോഗാഭ്യാസം നേടിത്തരുന്നു. യോഗ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് ചെയ്യുമ്പോൾ കാണാനുണ്ട്. നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ വിത്തൗട്ട് എനി സ്ട്രെസ് നമുക്ക് നമ്മളെ ബോഡിയും മൈൻഡും ഫ്രഷ് ആയിട്ട് ഫുൾ ഡേ നമുക്ക് നിൽക്കാൻ പറ്റും. യോഗാസനങ്ങൾക്കൊപ്പം ആഹാരനിഷ്ഠ കൂടി ക്രമപ്പെടുത്തിയാൽ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കും. അതോടൊപ്പം ശരീരത്തിലെ ആന്തരിക മാലിന്യങ്ങളെ ഒഴിവാക്കി ശുദ്ധീകരിക്കാനും നിത്യമുള്ള യോഗ സഹായകരമാണ്. മാത്രമല്ല പേശികളുടെയും സന്ധികളുടെയും ആരോഗ്യം, ഹൃദയാരോഗ്യം, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുടെ നിയന്ത്രണം, ശരീരഭാരം കുറയ്ക്കൽ എന്നിവയ്ക്കെല്ലാം മരുന്നായതിനാൽ ആരോഗ്യത്തിന്റെ ശാസ്ത്രമായാണ് യോഗ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന വിവാദങ്ങൾ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പ്രശസ്ത യോഗാചാര്യൻ ഡോക്ടർ N. വിജയരാഘവൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. സൂര്യ നമസ്കാരത്തിന്റെ നമസ്കാരം എന്ന വാക്കാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. എന്നാൽ ഇത് 6 യോഗാസനങ്ങളുടെ സമാഹാരം മാത്രമാണ്. വിറ്റാമിൻ ഡിക്ക് വേണ്ടി മാത്രം സൂര്യനെ നോക്കി ചെയ്യുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ആരോഗ്യദായകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന
ലോകത്തിലെ തന്നെ ഏറ്റവും ലളിതവും ശാസ്ത്രീയവുമായി തെളിയിക്കപ്പെട്ടതുമായ ഒരു ഭാരതീയ തത്വസംഹിതയാണ്, ഒരു കലയാണ്, ഒരു ശാസ്ത്രമാണ് യോഗ എന്നുള്ളത്. എല്ലാ പ്രായ വിഭാഗങ്ങൾക്കും യോഗ അഭ്യസിക്കാം. 9-10 വയസ്സാകുമ്പോൾ പരിശീലനം തുടങ്ങാവുന്നതാണ് അനുയോജ്യം. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് പ്രഭാത സമയങ്ങളിലും സായാഹ്നങ്ങളിലും ചെയ്യുന്ന യോഗാസനങ്ങളാണ് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുക. യോഗയ്ക്ക് അരമണിക്കൂർ മുമ്പ് 2 ഗ്ലാസ് ശുദ്ധജലം ശീലമാക്കുന്നതും നല്ലതാണെന്ന് യോഗാചാര്യന്മാർ പറയുന്നു. ക്യാമറമാൻ മിഥുൻ KR-നോടൊപ്പം അനുശ്രീ കൃഷ്ണ, ജില്ലാ വാർത്തകൾ. അരീക്കുളം നെടുമ്പായിൽ മാവാട്ടുമലയിൽ നിന്ന് എക്സൈസ് സംഘം 2000 ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു. കൊയിലാണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ PP വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. നഗരത്തിലെ ബാറുകൾ അടച്ചുപൂട്ടിയതോടെയാണ് വ്യാജവറ്റ് സജീവമായത്. കൊയിലാണ്ടിയിലെ മാവട്ടുമല കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാജ ചാരായ നിർമ്മാണവും വിൽപ്പനയുമാണ് അരിക്കുളം നെടുമ്പൊയിൽ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. കുടിൽ വ്യവസായം പോലെയാണ് ഇവിടെ വ്യാജവാറ്റ് നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നത്. നഗരത്തിലെ ബാറുകൾ അടച്ചുപൂട്ടിയതോടെ വ്യാജവാറ്റുകാർ മലയോരങ്ങൾ കേന്ദ്രീകരിച്ചാണ് സജീവമായത്. എക്സൈസിനും പോലീസിനും എളുപ്പം എത്തിപ്പെടാൻ കഴിയാത്ത കുറ്റിക്കാടുകൾ നിറഞ്ഞ മലമുകളിലാണ് വ്യാജവാറ്റു കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച മാവട്ടുമലയിൽ കൊയിലാണ്ടി എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 2000 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. വാഷ് കലക്കി വെക്കാനും വെള്ളം സംഭരിക്കാനും താർപ്പായ കൊണ്ടും മറ്റുമുണ്ടാക്കിയ സംഭരണികൾ, നിരവധി പാത്രങ്ങൾ, ബാരലുകൾ എന്നിവ എക്സൈസ് പാർട്ടി നശിപ്പിച്ചു. കൊയിലാണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ PP വേണു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ IM കരുണാകരൻ, K സോമസുന്ദരൻ, പ്രിവന്റീവ് ഓഫീസർ P സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ജയപ്രകാശ്, ഡ്രൈവർ ബിബിനേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ജില്ലാ വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മേനി പറയാൻ വേണ്ടി മാത്രം വായിക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരായി മലയാളി മാറിയിരിക്കുകയാണെന്നും എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മലയാള അധ്യാപിക PM അന്നക്കുട്ടി രചിച്ച പുസ്തക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക PM അന്നക്കുട്ടിയുടെ പോറ്റുമ്മ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തന്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവങ്ങളാണ് 22 താളുകളിലായി ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടപ്പെടുന്നത്. വായനാ ദിനത്തിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മേനി പറയാൻ മാത്രം വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നും ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരായി മലയാളികൾ മാറിയിരിക്കുന്നുവെന്നും പ്രകാശന വേളയിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞു. PTA പ്രസിഡന്റ് KP രമേശ് അധ്യക്ഷനായിരുന്നു. സ്കൂളിലെ വായനാവേദി മദർ സുപ്പീരിയർ സിസ്റ്റർ ജാൻസി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ധന്യ, സ്പെഷ്യൽ ബുക്സ് പബ്ലിഷർ M മനോഹരൻ എന്നിവർ സംസാരിച്ചു. സ്പെൽ ബുക്സ് ആണ് പ്രാസാദകർ. PM അന്നക്കുട്ടി മദർ PTA പ്രസിഡന്റായ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. അംഗീകാരങ്ങൾ നേടുന്നവരെ അഭിനന്ദിക്കാനും മനസ്സിലാക്കാനും മടി കാണിക്കുന്ന മലയാളി സരിത നായരെ പോലുള്ളവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങാനാണ് ശ്രമിക്കുന്നതെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് നേതൃത്വത്തിൽ രചനയുടെ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സുഭാഷ് ചന്ദ്രനെ അനുമോദിക്കുന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ സുഭാഷ് ചന്ദ്രനെയും എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീരാഗിനെയും അനുമോദിച്ചത്. കേരള കൗമുദി കോഴിക്കോട് യൂണിറ്റ് ന്യൂസ് എഡിറ്റർ പത്മനാഭൻ നമ്പൂതിരിയുടെ മകനാണ് ശ്രീരാഗ്.
ചടങ്ങിൽ സുഭാഷ് ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് ശ്രീരാഗിന് ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. തേനീച്ചയും കടന്നലും തമ്മിലുള്ള വ്യത്യാസമാണ് സാഹിത്യകാരനും പത്രപ്രവർത്തകനും തമ്മിലുള്ളതെന്നും മക്കൾ നേടുന്ന ഏത് വലിയ പുരസ്കാരങ്ങളെക്കാളും തങ്ങളോട് ചെയ്യുന്ന കടമകളോടാണ് രക്ഷിതാക്കൾ കാതോർക്കുന്നതെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അംഗീകാരങ്ങൾ നേടുന്നവരെ അഭിനന്ദിക്കാനും മനസ്സിലാക്കാനും മടി കാണിക്കുന്ന മലയാളി സരിതാ നായരെ പോലുള്ളവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങാനാണ് ശ്രമിക്കുന്നതെന്നും സുഭാഷ് ചന്ദ്രൻ കുറ്റപ്പെടുത്തി. നല്ല വാക്കുകൾ വാങ്ങുന്ന പ്രാണി നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. പഴയ കാലത്തെ ആളുകളെ പറ്റിയും നമുക്കറിയില്ല, നമുക്ക് ആദരവില്ല. സരിതാ നായരോടൊക്കെ നമുക്ക് കുറച്ച് ആദരവ് തോന്നിയും തുടങ്ങിയിരിക്കുന്നു. കാണാൻ കുറച്ച് കൊള്ളാലോ എന്ന് പറയുന്നു, അവള് സാരി എടുക്കുന്ന രീതി കൊള്ളാലോ എന്ന് പറയുന്നു, കുടജാതിരി ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങുന്നു എന്ന ഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ചില കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. സന്തോഷ് പണ്ഡിറ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, സരിതാ നായരെ പറ്റി അറിയാം, PC ജോർജിനെ പറ്റി നമുക്ക് എല്ലാം അറിയാം. ഇപ്പോൾ ശ്രീരാഗിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സുഭാഷ് ചന്ദ്രന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂർ ഉപഹാരം സമ്മാനിച്ചു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് K രാമചന്ദ്രൻ, സെക്രട്ടറി TK ബാലനാരായണൻ, ശ്രീരാഗിന്റെ പിതാവ് പത്മനാഭൻ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. തനിക്കെതിരെ പ്രതിഷേധമുയർത്തുന്നവർ പാവങ്ങൾക്ക് ഭൂമി നൽകുന്നത് തടയാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി അടൂർ പ്രകാശ് ജില്ലയിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതരല്ലാത്ത കേരളം പദ്ധതിക്കും ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം നൽകുന്നതിനുമായാണ് പട്ടയമേള ഊന്നൽ നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച പട്ടയമേളയിൽ വിവിധ ഇനങ്ങളിലായി 554 പട്ടയങ്ങൾ റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് വിതരണം ചെയ്തു. വർഷങ്ങളായി ചാത്തമംഗലം ഈഗിൾ പ്ലാന്റേഷനിൽ കുടിയിൽ കെട്ടി താമസിച്ചു വന്നിരുന്ന 48 പേർക്കും, താമരശ്ശേരി താലൂക്കിലെ അസൈൻമെന്റ് പട്ടയമായി 22 പേർക്കും, വടകര കൊയിലാണ്ടി താലൂക്കിലെ 4 സെന്റ് കോളനി പട്ടയമായി 18 പേർക്കും, ദേവസ്വം പട്ടയമായി 66 പേർക്കും, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയമായി 400 പേർക്കുമാണ് പട്ടയം അനുവദിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് 1,17,978 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ മന്ത്രി പറഞ്ഞു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്കും ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം നൽകുന്ന പദ്ധതിയുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. പാവപ്പെട്ടവർക്ക് കിടപ്പാടമുണ്ടാക്കുവാൻ ഒരു തുണ്ട് ഭൂമി കണ്ടെത്താനുള്ള സർക്കാർ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷം വഹിച്ചു. C മോയിൻകുട്ടി MLA, അഡ്വക്കേറ്റ് PT റഹീം MLA, VM ഉമ്മർ മാസ്റ്റർ MLA, കൌൺസിലർ K സത്യനാഥൻ, KC അബു, KP രാജൻ, ജില്ലാ കളക്ടർ N പ്രശാന്ത്, ADM K രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ M വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടി കോടതിയിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വരാന്തയിൽ. കേസ് ഫയലുകളും വിലപിടിപ്പുള്ള പുസ്തകങ്ങളും സൂക്ഷിച്ചിരിക്കുന്നതും വരാന്തയിൽ തന്നെ അലമാരയിലാണ്. ഇത്തരത്തിൽ ഇവ സൂക്ഷിച്ചാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൊയിലാണ്ടി കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് പ്രവർത്തനം നടത്തുന്നത് വരാന്തയിൽ. പ്രമാദമായ നിരവധി കേസുകളിലെ ഫയലും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പുസ്തകങ്ങളും വരാന്തയിലെ അലമാരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോസ്റ്റാറ്റ് മെഷീനും പുറത്തു തന്നെ. മഴക്കാലമായതിനാൽ പുസ്തകങ്ങൾക്കും ഫയലുകൾക്കും മെഷീനുകൾക്കും കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. APPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് പ്രവർത്തനം ഇപ്പോൾ വരാന്തയിലേക്ക് മാറ്റാൻ കാരണം. ഇതിന്റെ ഈ ഓഫീസിന്റെ പ്രാധാന്യവും കണക്കിലാക്കാതെ ഏകദേശം 10-50ഓളം സാക്ഷികൾ ദിവസം വരുന്ന ഓഫീസിലേക്ക് വരുന്ന കാര്യം മനസ്സിലാക്കാതെ ഇവിടുത്തെ സ്റ്റാഫിന് APP ഒക്കെ ജോലി ഇതുകൊണ്ട് തടസ്സപ്പെട്ടു പോകും. മജിസ്ട്രേറ്റ് കോടതി തടസ്സപ്പെട്ടു പോകും. അവിടെ APPക്ക് യാതൊരു തരത്തിലുള്ള ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും അവരതൊന്നും മനസ്സിലാക്കാതെ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്തു തന്നിട്ടില്ല. ഫയലുകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉള്ളതിനാൽ കോടതിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഒരു മുറി താൽക്കാലികമായി അനുവദിക്കണമെന്ന് APP ഇസ്മയിൽ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കപ്പെട്ടില്ല. ശ്രീനാരായണ ക്ലബ് ഓഫ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ ദൈവദശകം സംബന്ധിച്ച സെമിനാർ സംഘടിപ്പിച്ചു. അളകാപുരയിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടേൽ പ്രഭാകരൻ വിഷയാവതരണം നടത്തി. ശ്രീനാരായണ ക്ലബ് ഓഫ് കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട സെമിനാർ കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ക്ലബ്ബ് സെക്രട്ടറി പ്രൊഫസർ VK വിജയൻ സെമിനാറിൽ സ്വാഗതം പറഞ്ഞു. ശ്രീനാരായണ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ N വിജയൻ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം രാഗസുധ നയിച്ച ചെത്തുകടവ് ശ്രീനാരായണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദൈവദശകം സംഗീതാവിഷ്കാരം അരങ്ങേറി.
തുടർന്ന് ദേവദശകം എന്ന വിഷയം ആത്മീയാചാര്യൻ പട്ടേൽ പ്രഭാകരൻ അവതരിപ്പിച്ചു. പ്രാർത്ഥന എന്നത് ശ്രേഷ്ഠമായ ഒരു അപേക്ഷയാണെന്ന് പട്ടേൽ പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെയൊക്കെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഈ ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ ഈ യാചന, ഈ അപേക്ഷ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളെ ബാക്കിയെല്ലാം തന്നെ. കെ വെങ്കിടേശ്വരൻ, ശ്രീനാരായണ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ സുഗതൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പദ്ധതിയിൽപ്പെട്ട കുടുംബങ്ങളിലെ 30 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആശ്രയ പദ്ധതിയിൽപ്പെട്ട കുടുംബങ്ങളിലെ 30 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ കുമാരി അയന ബാലകൃഷ്ണൻ, അശ്വന്ത് ബാബു എന്നിവർക്ക് ഉപഹാരം നൽകി. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരു ആശ്രയ കുടുംബമാകുക എന്ന് പറയുന്നത് ഏതെങ്കിലും കുടുംബത്തിന്റെ ദോഷം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയുണ്ട്. ആശ്രയ എന്ന് പറഞ്ഞാൽ അവിടെ പോയി സാധനം വാങ്ങുമ്പോൾ എന്തോ ഒരു മാനക്കേട് പോലെ. അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. എല്ലാവരും സ്വർണ്ണക്കരണ്ടിൽ വയൽ വെച്ചിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരുണ്ട്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളവരുണ്ട്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല. വസ്ത്രം ധരിക്കാനില്ലാത്തവരുണ്ട്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ മരണപ്പെട്ടു, അതുകൊണ്ട് ആ കുടുംബത്തിന് വലിയ തോതിൽ പ്രയാസം ഉണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ആ കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്, ആശ്രയ കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളത് കൊണ്ട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത്. അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. വൈസ് ചെയർമാൻ ടി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജേഷ്, വത്സരാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിവാകരൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കെ എം പ്രസാദ്, CDS ചെയർപേഴ്സൺമാരായ ബിന്ദു, രൂപ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാലകൃഷ്ണൻ സ്വാഗതവും റീന വെള്ളിലാട്ട് നന്ദിയും പറഞ്ഞു. വായനാ ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാഗസിൻ പ്രകാശനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. പ്രമുഖ സാഹിത്യകാരി EP ജ്യോതി ഉദ്ഘാടനവും PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ മാഗസിൻ പ്രകാശനവും നിർവഹിച്ചു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും മാഗസിൻ പ്രകാശനവും നടന്നു. പ്രിൻസിപ്പൽ PJ ലൂസി അധ്യക്ഷം വഹിച്ച പരിപാടി യുവ സാഹിത്യകാരി EP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. റീഡേഴ്സ് ഫോറം പ്രസിഡന്റ് റഹ്മത്ത് ഹസീന, ശശികുമാർ, പ്രവീൺകുമാർ PV, അശോകൻ മാസ്റ്റർ, പ്രഭീഷ് കുമാർ K, ജസ്ന V, അനഘ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. മാഗസിൻ പ്രകാശനം PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ നിർവഹിച്ചു.
ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഹിന്ദി ക്ലബ്, അറബി ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ് എന്നിവയുടെയും ഉദ്ഘാടനം യുവസാഹിത്യകാരി EP ജ്യോതി നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ പ്രധാനാധ്യാപിക ജീജ, പ്രിൻസിപ്പൽ PJ ലൂസി, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ P ജയചന്ദ്രൻ, C ഭാസ്കരൻ, TM അശോകൻ, പ്രിയങ്ക, ബീന, ലീന, കരോളിൽ പ്രസന്ന, പുണ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ വികസന സമിതിയും PN പണിക്കർ അനുസ്മരണ സമിതിയും ചേർന്ന് PN പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണ സമ്മേളനവും നടത്തി. അഡീഷണൽ ജില്ലാ ജഡ്ജി കൌസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മേഘ്ന മനോജിന് ദി ഗ്രേറ്റ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ മേഘ്ന മനോജിനെ ആദരിച്ചു. അറിയുവാനും അന്വേഷിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശം ജന്മാവകാശമാണ്. അത് ഏറ്റവും വലിയ മനുഷ്യാവകാശമാണ്, മൗലിക അവകാശമാണ്. അറിയുവാനും അന്വേഷിക്കുവാനുള്ള മനുഷ്യന്റെ ജൈവപരമായ മാധ്യമം പുസ്തകമാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ എന്നാണ് ജർമ്മൻ ചിന്തകനായ പറഞ്ഞത്. ലൈബ്രറി വികസന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV മോഹൻലാൽ അധ്യക്ഷം വഹിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസീന, അഡ്വക്കേറ്റ് DK സത്യനാഥൻ, V പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. വായന മരിക്കുന്നുവോ, പരിഹാരമെന്ത് എന്ന സെമിനാറിൽ UK കുമാരൻ, DCC പ്രസിഡന്റ് KC അബു, VT സുരേന്ദ്രൻ, TKA അസീസ് എന്നിവർ പ്രസംഗിച്ചു. മഴയോടൊപ്പം എത്തിയ കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണാണ് മിക്കയിടത്തും നാശനഷ്ടമുണ്ടായത്. വൈദ്യുതി പോസ്റ്റും കമ്പികളും പൊട്ടിവീണു. ടെലിഫോൺ കേബിൾ ബന്ധങ്ങളും താറുമാറായി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് മിക്കയിടങ്ങളും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ജില്ലയിൽ ആങ്ങിങ്ങ് നാശനഷ്ടങ്ങൾ. ബേപ്പൂരിൽ 2 ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ ബേപ്പൂർ ഗ്യാലറിക്ക് സമീപമുള്ള 2 മരങ്ങളാണ് നിലപതിച്ചത്. കുട്ടികൾ സ്കൂളിലെത്തുന്നതിന് മുമ്പായതിനാൽ അപകടം ഒഴിവായി. സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മരച്ചില്ലകൾ വെട്ടിമാറ്റി. ഗ്യാലറിക്ക് മുകളിൽ വീണെടുക്കുന്ന മരം ഉടൻ മുറിച്ചു മാറ്റുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ബേപ്പൂർ നടുവട്ടം പാൽ കമ്പനിക്ക് സമീപം തെങ്ങ് വീണ് വൈദ്യുതി കാലുകളും കേബിൾ ബന്ധവും തകർന്നു. വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചു. സിവിൽ സ്റ്റേഷൻ സമീപം ഫ്ളാറ്റിന് മുകളിൽ മേൽക്കൂരയായിട്ടിരുന്ന ഇരുമ്പ് കമ്പിയും ഷീറ്റും ഉൾപ്പെടെ കനത്ത കാറ്റിലുയർന്ന് 400 മീറ്റർ അകലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനുള്ളിൽ പതിച്ചു. വെസ്റ്റ് ഹിൽ ബാരക്സിന് സമീപത്തും വരക്കൽ ക്ഷേത്രം റോഡിലും മരങ്ങൾ വീണ് 5 വൈദ്യുതി കാലുകൾ മുറിഞ്ഞു. ചേളന്നൂർ പടർപ്പാളത്തിന് സമീപത്തും 8-2 കനാൽ റോഡിലും 2 വൈദ്യുതി കാലുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 220 kVA ലൈനിലെ വൈദ്യുതി തകരാറിനെ തുടർന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം മുടങ്ങി. വാർത്തകൾ ചുരുക്കത്തിൽ. ജീവൻ ടിവിയും റോട്ടറി ക്ലബ് ഓഫ് സൈബർ സിറ്റിയും സംയുക്തമായി ഒരുക്കുന്ന QT മഴയാത്ര ജൂൺ 22 ഉച്ചയ്ക്ക് 12 മണിയോടെ കോഴിക്കോട് മുതലക്കുളം പരിസരത്തു നിന്നും പ്രയാണം ആരംഭിക്കും. മഴയാത്രാ സംഘം എത്തിച്ചേരുവാൻ താൽപര്യമുള്ള സ്കൂളുകളും സന്നദ്ധ സംഘടനകളും 808600 092221 95390 7229 എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ സുരക്ഷ ലഭിക്കാത്ത ഒരാൾ പോലും ഇനി സംസ്ഥാനത്ത് അവശേഷിക്കരുതെന്നാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തേണ്ട നഴ്സിംഗ് കൌൺസിൽ കഴിഞ്ഞ 2 വർഷമായി സ്തംഭനാവസ്ഥയിലാണെന്ന് നഴ്സിംഗ് കോർഡിനേഷൻ കമ്മിറ്റി. പുകയില ഉൽപ്പന്നങ്ങൾക്കുമേൽ പതിപ്പിക്കുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ പച്ചക്കറിക്ക് മുകളിൽ പതിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.